വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും അറിവ് നേടാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികൾക്കും എഡ്യൂസൈറ്റെക് എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അരിത്തമെറ്റിക് സീക്വൻസസ് ആൻഡ് സീരീസ് എന്ന ടോപ്പിക്കാണ്. ഓക്കെ, അപ്പം അരിത്തമെറ്റിക് സീക്വൻസസ് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ മൈൻഡിൽ ആദ്യം ഓർമ്മ വരേണ്ടത്? അതൊരു സീക്വൻസ് ആണ്. കുറേ നമ്പറുകൾ കോമയായിട്ട് എഴുതുന്ന ഒരു പർട്ടിക്കുലർ റൂള് ഫോളോ ചെയ്യുന്ന ഒരു സീക്വൻസ്. ഓക്കെ, പക്ഷെ അത് അരിത്തമെറ്റിക് സീക്വൻസ് ആവുന്ന എപ്പോഴാണ് ആ സീരീസ്? അത് ഒരു നിശ്ചിത നമ്പർ വെച്ച് ആഡ് ചെയ്ത് പോകുമ്പോഴാണ്. ആ ആഡ് ചെയ്യുന്ന ടൈമിന് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നു. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസസ് അല്ലെങ്കിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ കാണിക്കുന്ന ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു പ്രൊപ്പോർഷണൽ ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലാക്കുക. അവിടെ ഉള്ള ഡിഫറൻസ്, വേരി ചെയ്യുന്ന വാല്യൂ എപ്പോഴും കോൺസ്റ്റന്റ് വാല്യൂ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഏതൊരു പോയിന്റിൽ അതിൻ്റെ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഡിഫറൻസ് വെച്ച് അല്ലെങ്കിൽ അരിത്തമെറ്റിക് ഡിഫറൻസ് ആ ഡിഫറൻസ് വാല്യൂ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഒരു കോൺസ്റ്റന്റ് റേഷ്യോ ആയിരിക്കും. ഓക്കെ, അത് അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഒരു മേജർ കീ പോയിന്റ് ആണ്. അപ്പം ഇത് പഠിക്കുന്ന പല കുട്ടികൾക്കും ഇത് അറിയണം, കൺസെപ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ ലെവലിൽ എടുക്കുന്നത്. ഇത് ആർക്കൊക്കെ ഈ ടോപ്പിക് വരുന്നത് വെച്ചാൽ 10ാം ക്ലാസ്സുകാർക്ക് വരും. ഓക്കെ, CBSEയിലും ICSEയിലൊക്കെ പഠിക്കുന്നവർക്ക് 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലൊക്കെ വരും. അപ്പം ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും അത്യാവശ്യം നല്ലവരെ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് അരിത്തമെറ്റിക് സീക്വൻസ്. ഓക്കെ, നമുക്കപ്പം അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഡിഫൈൻഡ് സീക്വൻസ് ആണ്. ഒരു കോമൺ ഡിഫറൻസ് വെച്ച് കൺസിക്യൂട്ടീവ് ടേംസിനെ ഫോം ചെയ്യുന്ന ഒരു സീക്വൻസിനെയാണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് പ്രധാനം. പിന്നെ ഓർക്കുക, ഇതൊരു ഒരു പ്രൊപ്പോർഷണൽ ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഇതിൻ്റെ ഒരു ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്യാം. ഈ സീക്വൻസിൻ്റെ ഒരു ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്യാൻ നോക്കിയാൽ എന്തായിരിക്കും? അതൊരു പ്രൊപ്പോർഷണൽ ആയിട്ട് ഒരു ഇൻക്രിമെന്റ് ചെയ്യുന്ന ഒരു ഗ്രാഫ് ആയിരിക്കും. ഒരു സ്ട്രേറ്റ് ഇൻക്രിമെന്റിങ് ഗ്രാഫ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് സീക്വൻസസ് ആർ അരിത്തമെറ്റിക്, ഐഡന്റിഫൈ ദ കോമൺ ഡിഫറൻസസ് എന്നതാണ് നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചോ. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആയിട്ടല്ല, ഇതൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലല്ല നിങ്ങൾ ഇതിനെ സ്വീകരിക്കേണ്ടത്. കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് എന്താണ് അരിത്തമെറ്റിക് സീക്വൻസസ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു സെക്ഷനാണ്. ഓക്കെ, -3 -1 1 3 5 7 9 ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. നിങ്ങളൊന്ന് നോക്കി, ആൻസർ ഇറ്റ് ഈസ് എസ്, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അപ്പോൾ രണ്ടാമതൊരു ക്വസ്റ്റ്യൻ വരും, ഇത് എത്ര നമ്പർ, ഏത് വാല്യൂ വെച്ചാണ് ഇത് ഇൻക്രിമെന്റ് ചെയ്ത് പോയേക്കുന്നത്, അല്ലെങ്കിൽ ആ കോമൺ ഡിഫറൻസ്, എല്ലാ സെറ്റിലും വരുന്ന ഒരു കോമൺ ഡിഫറൻസ് എന്താണെന്നൊരു ചോദ്യം വരും. അത് നമ്മൾ കണ്ടുപിടിച്ച് പറയുന്നു. ആ കോമൺ ഡിഫറൻസിനെ സൂചിപ്പിക്കുന്നതാണ് ഡി എന്ന് പറയുന്നത്. ഓക്കെ, ആ ഡി എന്ന് പറയുന്നത് എന്താണ്? ഇസ് ഈക്വൽ ടു 2. അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്താണ്? 2 ആണ്. ഓക്കെ, അടുത്ത നമ്മൾ പറയുന്നത് 15.5 14 12.5 11 9.5 8 എന്ന് പറയുന്ന ഒരു സീക്വൻസ് തന്നിട്ട് ചോദിക്കുക, ഇസ് ഇറ്റ് അരിത്തമെറ്റിക് സീക്വൻസ്? ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് നിങ്ങളടുത്ത് ചോദിച്ചാൽ എന്താണ് നിങ്ങളുടെ ആൻസർ? യെസ്, ഇറ്റ് ഈസ് അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പോൾ നമുക്ക് അടുത്തൊരു ചോദ്യം വരുമല്ലോ, എന്താണ് കോമൺ ഡിഫറൻസ്? ആ കോമൺ ഡിഫറൻസ് എന്താണ്? -1.5 ആണ്. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ. 15.5 - 1.5 അല്ലേ 14 എന്ന് പറയുന്നത്. ഓക്കെ, ആക്ച്വലി കോമൺ ഡിഫറൻസിന്റെ സൈൻ ഇവിടെ മാറിയെന്നേ ഉള്ളൂ. കോമൺ ഡിഫറൻസ് പറഞ്ഞാൽ പ്ലസ് ചെയ്താണ് ഇവിടെ പോകുന്നത്, പക്ഷേ മൈനസ് വാല്യൂ വെച്ച് പ്ലസ് ചെയ്യുമ്പോൾ ഡിക്രിമെന്റ് ചെയ്യുന്നു. ഓക്കെ, അതാണ് മനസ്സിലാക്കേണ്ടത്. നെഗറ്റീവ് വാല്യൂസിനെ നമ്മൾ പോസിറ്റീവ് വാല്യൂ കൊണ്ട് ആഡ് ചെയ്ത് നോക്കി ഇൻക്രിമെന്റ് ചെയ്യുന്നു. അതിനുശേഷം പോസിറ്റീവ് വാല്യൂ ഇൻക്രിമെന്റ് ആയിക്കൊണ്ടേയിരിക്കുന്നു. ഓക്കെ, പക്ഷേ നെഗറ്റീവ് വാല്യൂവിന് ഒരു നെഗറ്റീവ് വാല്യൂ ഉള്ള കോമൺ ഡിഫറൻസ് കൊണ്ട് ചെയ്ത ആ സീക്വൻസ് ഇൻക്രിമെന്റ് സീക്വൻസ് ആയിരിക്കും. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ അത് എന്താണ്? പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സീക്വൻസിന് കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് നമ്പർ കൊണ്ട് നമ്മൾ ഡിക്രിമെന്റ് ചെയ്ത് കൊണ്ടുപോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ കൺസെപ്റ്റ് ഓർത്തിരിക്കുക. പോസിറ്റീവും ആയിട്ടുള്ള നമ്പറുകൾ വന്ന് ഇൻക്രിമെന്റ് ആവും. പോസിറ്റീവ് സെറ്റിൽ ഒരു നെഗറ്റീവ് ഇൻക്രിമെന്റ് വന്നു കഴിഞ്ഞാൽ ഡിക്രിമെന്റ് ആവും, അല്ലെങ്കിൽ നെഗറ്റീവ് കോമൺ ഡിഫറൻസ് വന്ന് ഡിക്രിമെന്റ് ആവും. അതുപോലെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സീക്വൻസിൽ ഒരു പോസിറ്റീവ് കോമൺ ഡിഫറൻസ് വന്ന ഇൻക്രിമെന്റ് ആവും, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സീക്വൻസിൽ ഒരു പോസിറ്റീവ് വാല്യൂ ആണ് കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ വരുന്നെങ്കിൽ ഒരു ഡിക്രിമെന്റിങ് ഫംഗ്ഷൻ ആയിട്ടായിരിക്കും അത് പോകുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത സെറ്റ് എന്താ ചോദിച്ചേക്കുന്നത്? 84 80 74 56 56 44 ഇസ് ഇറ്റ് എ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് നിങ്ങളുടെ ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? നോ, ഇറ്റ് ഈസ് നോട്ട് എ അരിത്തമെറ്റിക് സീക്വൻസ്. എന്തുകൊണ്ടാണ്? അവിടെ ഒരു കോമൺ ഡിഫറൻസ് ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ അവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ വരില്ല. ഏതൊരു സീക്വൻസും അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് നിങ്ങളുടെ ചോദിക്കുക. അത് അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് ഉറപ്പാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? അവിടെ കോമൺ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് പറഞ്ഞിട്ട് ആ കോമൺ ഡിഫറൻസ് എന്താണെന്ന് കൂടെ റെപ്രസെന്റ് ചെയ്യണം. If a series or sequence is not arithmetic sequence or
എനി ടൈപ്പ് ഓഫ് സീക്വൻസ് എസ്പെഷ്യലി അരിത്തമെറ്റിക് സീക്വൻസ്, ദെൻ നോ ഇസ് ആൻസർ, ദെൻ അവിടെ ഒരു കോമൺ ഡിഫറൻസ് എന്നുള്ള ക്വസ്റ്റ്യൻ വരത്തില്ല. കാരണം കോമൺ ഡിഫറൻസ് അവിടെ ഇല്ല. കോമൺ ഡിഫറൻസ് വന്നിരുന്നെങ്കിൽ അതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആയിരുന്നു. ഓക്കെ, -8 6 -4 2 0 ഇത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? നോക്കാം. നോ. എന്തുകൊണ്ടാണ്? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നെഗറ്റീവും പോസിറ്റീവ് ആയിട്ടുള്ള സെറ്റ് വന്നിരിക്കുന്നു. ഓക്കെ, നെഗറ്റീവ് ഒരു സൈഡും പോസിറ്റീവ് ഒരു സൈഡും വന്ന സീക്വൻസുകൾ ഫോം ചെയ്യാം. അങ്ങനെ ഫോം ചെയ്യത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നെഗറ്റീവ് സൈൻസ് ഉള്ള ഒരു വാല്യൂ വന്നിട്ട് ഒരു സെറ്റായിട്ട് വന്നതിന് ശേഷം പോസിറ്റീവ് വാല്യൂ വന്നാലും അതൊരു എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീരീസ് ആണ്. അതുപോലെ പോസിറ്റീവ് വാല്യൂ മാത്രം ഉണ്ടെങ്കിൽ അതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. നെഗറ്റീവ് വാല്യൂ വിത്ത് എ കോമൺ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. പക്ഷേ പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ള രീതിയിൽ എന്താ ആൾട്ടർനേറ്റീവ് ആയിട്ട് സൈൻ കൺവേർഷൻ വരുന്ന ഒരു സീക്വൻസ് ഒരിക്കലും അതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല, അരിത്തമെറ്റിക് സീരീസ് ഫോളോ ചെയ്യുന്നില്ല. അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പോകുമ്പോൾ ചോദിക്കുകയാണ്, ഇപ്പോൾ PSC ആയാലും SSC ആയാലും UPSC ആയാലും ഏതൊരു എക്സാമിനായാലും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, ഇവൻ ഗേറ്റ് എക്സാമിനൊക്കെ ആയാലും ബേസിക് മാത്സ് ചോദിക്കുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ മതിയുമാണ്, അരിത്തമെറ്റിക് സീക്വൻസ് ആണോ നിങ്ങളുടെ ചോദിച്ചാൽ ഒറ്റ നോട്ടത്തിൽ എങ്ങനെ പറയാൻ പറ്റും? ഞാൻ ഈ പറഞ്ഞ ലോജിക്ക് ഉപയോഗിച്ചാൽ മതി. നെഗറ്റീവ് സെറ്റ് ഒരു കൺസിക്യൂട്ടീവ് ആയിട്ട് വന്നതിന് ശേഷം പോസിറ്റീവ് വന്നാൽ അതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. പോസിറ്റീവ് വാല്യൂസ് മാത്രം വന്നത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. പിന്നെ നെഗറ്റീവ് വാല്യൂസ് മാത്രം വരുന്നു ഒരു സീക്വൻസ് ആയിട്ട് കാണിക്കുന്നു. അതിൻ്റെ കോമൺ ഡിഫറൻസ് ആണെങ്കിൽ അതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്, അല്ലെങ്കിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ കാണിക്കുന്നുണ്ട്. പക്ഷേ ആൾട്ടർനേറ്റീവ് ആയിട്ട് സൈൻ വരുന്നത് ഒരിക്കലും ഒരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. അടുത്തൊരു കണ്ടീഷൻ ഉണ്ട്, നെഗറ്റീവ് സൈനുകൾ വരുന്നുണ്ട് പക്ഷെ അവിടെ കോമൺ ഡിഫറൻസ് ഉണ്ടോ എന്നും കൂടെ നോക്കണം. ഇപ്പോൾ ഇവിടെ -50 -44 -38 -32 -26 എന്ന് പറയുന്ന ഒരു സീക്വൻസ് പോവുകയാണ്. അവിടെ നെഗറ്റീവ് സൈനുകൾ കൺസിക്യൂട്ടീവ് ആയിട്ട് വരുന്നുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു, ആൾട്ടർനേറ്റീവ് വരെ കൺസിക്യൂട്ടീവ് ആയിട്ട് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ കൂടുതലെടുത്ത് അപ്ലൈ ചെയ്ത അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയാൻ പറ്റുമോ? അവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്, ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്? കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞൊരു ഫാക്ടറും കൂടെ അവിടെ വരുന്നു. ആ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കോമൺ ആയിരിക്കണം. ഓരോ സെറ്റും എടുത്ത് നോക്കുമ്പോൾ അത് കോമൺ ഡിഫറൻസ് ആയിരിക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ അതാണോ? യെസ് ആണ്. അതും കൂടെ നോക്കണം. അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് ചാടി ഒരിക്കലും പറയരുത് അതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് ഇതാണെന്ന് നോക്കുമ്പോൾ നെഗറ്റീവ്, ഞാൻ സാറ് പറഞ്ഞത് നെഗറ്റീവ് കൺസിക്യൂട്ടീവായിട്ട് വരുന്ന ഒരു സെറ്റ് കണ്ട അപ്പരെ എടുത്ത് എഴുതാം അരിത്തമെറ്റിക് പ്രോഗ്രസ് അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീരീസ് ആണെന്ന് പറഞ്ഞാൽ അല്ല. പകരം അതെന്താണ്, അവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഫോളോ ചെയ്യണം. ആ കണ്ടീഷനും കൂടെ നോക്കണം. ഓക്കെ, ഇവിടെ കോമൺ ഡിഫറൻസ് അപ്പം അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അപ്പോൾ എന്താണ് കോമൺ ഡിഫറൻസ്? D = 6. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ എന്താണ് ഒരു ഇൻക്രിമെൻറ്റിങ് ആയിക്കൊണ്ടിരിക്കുക. നെഗറ്റീവ് സൈനിൽ ഒരു പോസിറ്റീവ് ഇത് കൊടുക്കുമ്പോൾ ഇൻക്രിമെൻ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻക്രിമെൻ്റ് ആയിട്ടുള്ള ഒരു സീക്വൻസ് നമുക്ക് കിട്ടും. സീരീസ് എന്ന് പറയുന്നത് സീക്വൻസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിന് രണ്ട് വ്യത്യസ്തമാണ്. കാരണം സീക്വൻസ് എന്ന് പറയുമ്പോൾ കോമയായിട്ട് എഴുതുന്നതും സീരീസ് എന്ന് പറയുമ്പോൾ പ്ലസ് സൈൻ ഇട്ട് പോകുന്നതുമാണ്. അപ്പോൾ അതും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് എന്താണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്? എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടേം ദാറ്റ് പ്രൊസീഡ്സ് ദാറ്റ് ടേം എന്ന് പറയുന്നത് ഒരു കോമൺ വാല്യൂ ആണെങ്കിൽ അതിനെയാണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ -26 -21 -16 -11 -6 എന്ന് പറയുന്നതിൽ കോമൺ ഡിഫറൻസ് എന്താണ്? 5 ആണ്. അപ്പം അതാണ് ഓർത്തിരിക്കേണ്ട ഒരു ബേസിക് കൺസെപ്റ്റ്. ഓക്കെ, ഇനി ജനറൽ ഫോം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് എന്താണ്? ഫസ്റ്റ് ടേം എന്ന് പറയുന്നതിന് A1 എന്ന് നമുക്ക് എഴുതാം. സെക്കൻഡ് ടേം അപ്പം എങ്ങനെ കിട്ടും? A1 പ്ലസ് കോമൺ ഡിഫറൻസ് ഓൾ D എന്ന് കിട്ടും. അതൊരു തേർഡ് ടേം എന്താണ്? A3 എന്ന് പറഞ്ഞാൽ A1 + 2D എന്നാണ്, അല്ലെങ്കിൽ A2 + D എന്ന് എഴുതാം. ഓക്കെ, ഫോർത്ത് ടേം എന്തായിരിക്കും? A4 എന്ന് പറഞ്ഞാൽ A1 + 3D എന്നായിരിക്കും. അപ്പം നമുക്ക് ഫിഫ്ത്ത് ടേം എന്തായിട്ട് എഴുതാം? A5 എന്ന് പറഞ്ഞാൽ A1 + 4D എന്ന് പറയാം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കത്തി A1 എന്നിട്ട് ആദ്യത്തെ ടേം ആഡ് ചെയ്യണം. അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? N-1 ആയിട്ടുള്ള ഒരു കോമൺ ഡിഫറൻസ് നമ്മൾ ആഡ് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. അപ്പോൾ എന്ത് ടേം എന്താണ്? N എന്ന് പറഞ്ഞാൽ എന്താണ്? A1 + N-1 × D എന്ന് കിട്ടും. ഓക്കെ, ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയോ? അപ്പോൾ ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്. നമുക്ക് ഒരുപാട് ഫ്യൂച്ചർ ആപ്ലിക്കേഷൻസിനും നമുക്ക് ഇതിൻ്റെ അരിത്തമെറ്റിക് ഇതിൻ്റെ കൂടുതൽ അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ്, കോമ്പറ്റേറ്റീവ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസിന് പോകുമ്പോൾ SSC ആയാലും CBSE ബോർഡ് എക്സാമിന് ഏതൊരു ബോർഡ് എക്സാമിനായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഫോർമുല ഓഫ് ദ nth ടേം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് AN എന്ന് പറഞ്ഞാൽ A1 + N-1 × D എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പോൾ AN എന്ന് പറഞ്ഞാൽ എന്താണ്? nth ടേം ആണ്. A1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ടേം ആണ്. N എന്ന് പറഞ്ഞാൽ എന്താണ്? ടേം നമ്പർ ആണ്. D എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ ഡിഫറൻസ് ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി. ഇഫ് യു നോ ദാറ്റ് എനി 3 ഓഫ് ദീസ് വി ഔട്ട് ടു ബി ഏബിൾ ടു ഫൈൻഡ് ദ ഫോർത്ത്. ഏതെങ്കിലും 3 എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നാലാമത്തതും കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഓക്കെ, ഇനി നമുക്ക് തന്നിരിക്കുക
75, 71, 67, 63. ആദ്യമേ തന്നെ ഇതൊരു AP ആണ്. അപ്പോൾ A32 കണ്ടുപിടിക്കാൻ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യേണ്ടത് എങ്ങനെയാണ്? A1 എന്ന് പറയുന്നത് 79 ആണെന്ന് അറിയാം. D എന്ന് പറഞ്ഞാൽ ഒരു -4 ആണെന്ന് അറിയാം. N എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കി? ആ 79 മുതൽ ഇതുവരെ മൊത്തം എത്ര നമ്പർ ഉണ്ട്? 32 സെറ്റ് ഓഫ് നമ്പേഴ്സ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അതെങ്ങനെ കണ്ടുപിടിക്കുന്ന? AN = A1 + n-1 × D എന്ന് പറയുന്ന ഇക്വേഷനിൽ A1 ഉം D ഇട്ട് കൊടുത്ത് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ലേ? AN എന്ന് പറഞ്ഞാൽ A1 + n-1 × D എന്നാണ്. അതിൽ നമ്മൾ A32 എന്ന് പറഞ്ഞാൽ 79 + 32 - 1 × -4 എന്നാണ്. A32 എന്ന് പറഞ്ഞാൽ -45 ആണ്. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, n എന്ന് പറഞ്ഞ വാല്യൂ എങ്ങനെ കണ്ടുപിടിച്ചു? AN എന്ന് പറഞ്ഞാൽ A1 + n-1 × D എന്നാണെന്ന് അറിയാം. ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും നമുക്ക് അറിയാം. അപ്പോൾ AN എന്ന് പറയുന്നത് ലാസ്റ്റ് ടേമും A1 എന്ന് പറഞ്ഞ ഫസ്റ്റ് ടേമാണ്. n-1 അതുപോലെ കിടക്കുന്ന കോമൺ ഡിഫറൻസ് നമുക്ക് അറിയാം. എത്ര വെച്ചാണ് ഇൻക്രിമെന്റ് ചെയ്ത് പോകുന്നത്, ഡിക്രിമെന്റ് ചെയ്ത് പോകുന്നത് നമുക്ക് അറിയാം, വാല്യൂ അറിയാം. അപ്പോൾ അത് നോക്കിയിട്ട് -4 ആണെങ്കിൽ ആ -4 അവിടെ ഇട്ട് n ആദ്യം കണ്ടുപിടിക്കണം. n കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ഈ ഇക്വേഷനിൽ ഡയറക്റ്റ് n എന്ന് പറഞ്ഞാൽ 32 വന്ന് ആ ഇക്വേഷൻ വരി കണ്ടുപിടിച്ചു. മനസ്സിലായി? A1 D എന്ന് പറഞ്ഞ വാല്യൂ വെച്ച് AN = A1 + n-1 എന്ന് പറഞ്ഞ D എന്ന് പറയുന്ന വാല്യൂ നിന്ന് n കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ A32 ഇക്വേഷൻ വെച്ച് കണ്ടുപിടിച്ചു. ഓക്കെ, ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി 79, 75, 71 അല്ലെങ്കിൽ 79, 75, 71, 67, 63 ഒരു AP ആണ്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ് എന്ന് മനസ്സിലായി, അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അവിടെ വാട്ട് ടേം ഈസ് -169 എന്ന് ചോദിക്കുമ്പോൾ A1 എന്ന് പറയുന്നത് 79 ആണ്, D എന്ന് പറഞ്ഞാൽ -4 ആണ്, AN എന്ന് പറഞ്ഞാൽ -169 ആണ്. അപ്പോൾ നമുക്കറിയാം AN എന്ന് പറഞ്ഞാൽ എന്താണ്? A1 + n-1 × D എന്നാണ്. അപ്പോൾ -169 എന്ന് പറഞ്ഞാൽ എന്താണ്? 79 + n-1 × -4 എന്നാണ്. അതിൽ നിന്ന് n എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് കണ്ടുപിടിച്ചു? 63 കണ്ടുപിടിച്ചു. ഓക്കെ, ഗിവൺ A10 എന്ന് പറഞ്ഞാൽ 3.25 ആണെന്ന്, A12 എന്ന് പറഞ്ഞാൽ എന്താണ്? 4.25 ആണെന്ന് അറിയാം. അപ്പോൾ A1 കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളെ റിയൽ ക്വസ്റ്റ്യൻ എന്താണ്? ഡിഫറൻസ്. അപ്പോൾ ഐഡന്റിറ്റി എന്തുകൊണ്ടാണ്? A1 എന്ന് പറഞ്ഞാൽ 3.25 എന്നും A3 എന്ന് പറഞ്ഞാൽ 4.25 ആണ്. അപ്പോൾ n എന്ന് പറഞ്ഞാൽ 3 ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ AN എന്ന് പറഞ്ഞാൽ എന്താണ്? A1 + n-1 × D ആണ്. 4.25 = 3.25 + 3 - 1 × D ആണ്. അതിൽ നിന്ന് നമുക്ക് D എന്ന് പറഞ്ഞ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് A10 എന്ന് പറഞ്ഞാൽ 3.25 ആണ്, A12 എന്ന് പറയുന്നത് 4.25 ആണ്. അപ്പോൾ A1 എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് A10 എന്ന് പറയുന്നത് എന്താണ്? 3.25 ആണ്, D എന്ന് പറഞ്ഞാൽ 0.5 ആണ്, N എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ AN എന്ന് പറഞ്ഞാൽ എന്താണ്? A1 + n-1 × D ആണ്. 3.25 = A1 + 10 - 1 × 0.5 ആണ്. A1 എന്ന് പറഞ്ഞാൽ -1.25 ആണ് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് അടുത്താണ് അരിത്തമെറ്റിക് സീരീസ്. അപ്പം അരിത്തമെറ്റിക് സീരീസ് എന്ന് പറയുന്നത് എന്താണ്? ഇതിന് ഒരു ഈ സീക്വൻസിൽ നമ്മൾ സം ഇട്ടിടുന്നു, കോമ അല്ല അവിടെ വരുന്നത്. സം എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ ഉപയോഗിക്കുമ്പോൾ അത് അരിത്തമെറ്റിക് സീരീസ് ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇന്ന് പഠിച്ച കുറേ കൺസെപ്റ്റുകൾ നമ്മൾ ഓർത്ത് വയ്ക്കുക. നമ്മൾ എന്തൊക്കെ പഠിച്ചു ഇന്നത്തെ കേസിൽ? നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് സീരീസ് ആണ് നോക്കുന്നത്. അതിൽ അരിത്തമെറ്റിക് സീക്വൻസ് ആണ് ആദ്യം നമ്മൾ നോക്കിയത്. ഓക്കെ, അരിത്തമെറ്റിക് സീക്വൻസസ് അതിൽ നമ്മൾ എന്തൊക്കെ നോക്കി? അരിത്തമെറ്റിക് സീക്വൻസ് എന്താണെന്ന് നോക്കി. അതിനുശേഷം ഇതിൽ ഏതാണ് ഒരു സീക്വൻസ് തന്നാൽ അത് ഏതാണ് അരിത്തമെറ്റിക് സീക്വൻസ്, അങ്ങനെയാണെങ്കിൽ അത് എന്ത് കണ്ടുപിടിക്കണം, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ? അങ്ങനെ നമ്മൾ കുറേ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കി. അതിനുശേഷം നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കി. ഒരു സീക്വൻസ് തന്നിട്ട് അതിലെ കോമൺ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കി. ഒരു ജനറൽ ഫോം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, അത് നമ്മൾ കണ്ടുപിടിച്ചു. ഫോർമുല ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങനെ ഒരു സീക്വൻസ് തന്നാൽ അതിൽ A32 ടേമോ അല്ലെങ്കിൽ എന്താണ് കോമൺ ഡിഫറൻസോ ഒക്കെ കണ്ടുപിടിക്കാമെന്ന് നമ്മൾ പഠിച്ചു. n വാല്യൂ, അതുപോലെ കോമൺ ഡിഫറൻസ്, ഓരോ കാര്യങ്ങളും നമ്മൾ എങ്ങനെ പഠിക്കുമെന്ന്, എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പം ഇത്രയായിരുന്നു നമ്മൾ ഇന്ന് കവർ ചെയ്ത ടോപ്പിക്ക്. ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ്. അപ്പം ഫർദറായിട്ട് അരിത്തമെറ്റിക് സീരീസ് എന്താണെന്ന് നമ്മൾ പറയും. മാത്രമല്ല SSLCക്കും CBSEക്കൊക്കെ പ്രീവിയസ് ബോർഡ് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരും ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ, അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ മോഡിഫിക്കേഷൻസും മാറ്റങ്ങളും കൊണ്ടുവരണമെന്നോ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണമെന്നോ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പറയുക. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള സജഷൻസ് എന്നെ ഒരുപാട് ഹെൽപ്ഫുൾ ചെയ്യും. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ ഓരോ വിദ്യാർത്ഥികൾക്കും വേണ്ടിയാണ്, ഓരോ ബാക്ക് ബെഞ്ചേഴ്സ് വിദ്യാർത്ഥികൾക്കും
ഫ്രണ്ട് ബെഞ്ചേഴ്സിനും മിഡിൽ ബെഞ്ചേഴ്സിനും എല്ലാവർക്കും വേണ്ടിയാണ് തുടങ്ങിയിരിക്കുന്ന ചാനൽ. അപ്പോൾ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.